അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 3182. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെടാം. എല്ലാം റസൂലുള്ളാഹിനോട് ആവശ്യപ്പെടാം. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, അതുഷന്നാസു യൗമുൽ ഹുദൈബിയ. ഹുദൈബിയ ആ ദിവസം, ഹുദൈബിയ സന്ധിയുടെ ആ ദിവസം എല്ലാവരും ഒരുമിച്ച് പോയി വരുമ്പോൾ ദാഹിച്ചു. ജനങ്ങൾക്ക് എല്ലാവർക്കും വല്ലാത്ത ദാഹം വന്നു. കയ്യിൽ വെള്ളം സൂക്ഷിപ്പില്ല. വൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന യദൈഹി റഖ്വത്തുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു കോപ്പയുണ്ട്, ഒരു കപ്പ്. ഫതവല്ലഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ നിന്ന് വുളു എടുത്തു. അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, വുളു എടുത്തു. ഫജഹിഷന്നാസു നഹ്വഹു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് ജനങ്ങൾ എല്ലാവരും സങ്കടം പറഞ്ഞു, നബിയെ ഞങ്ങളുടെ അടുത്ത് വെള്ളമില്ല. ഫഖാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മാലക്കും, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഖാലു, സ്വഹാബികൾ പറഞ്ഞു, ലൈസ ഇൻദനാ മാഉൻ നതവല്ലഉ. വുളു എടുക്കാനുള്ള വെള്ളം ഞങ്ങൾക്കില്ല നബിയെ. വലാ നശ്റബു. കുടിക്കാനുള്ള വെള്ളമില്ല. ഇല്ലാ മാ ബൈന യദൈക. തങ്ങളുടെ മുമ്പിലുള്ള ഈ കോപ്പയിലുള്ള അല്പം വെള്ളം ഉണ്ടല്ലോ, ഇതല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഈ കപ്പിലുള്ള വെള്ളം അത് മാത്രമേ ഇവിടെ ഉള്ളൂ, വേറൊരു വെള്ളവും ഞങ്ങൾക്ക് ആർക്കും ഇല്ലല്ലോ നബിയെ എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞു. ഫവളഅ യദഹു ഫിർ റഖ്വ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ കൈ ഈ കോപ്പയിലിട്ടു, ഈ കപ്പിലിട്ടു. ഫജഅലൽ മാഉ യസൂറു ബൈന അസാബിഇഹി. മറ്റൊരു റിവായത്തിൽ യഫൂറു മിൻ ബൈന അസാബിഇഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഇങ്ങനെ ഉറവൂട്ടി ഒലിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കപ്പിലേക്ക് വിരലിട്ടു, കൈയിട്ടു. അപ്പോൾ വിരലുകൾക്കിടയിലുള്ള വെള്ളം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. അംസാലിൽ ഒയൂൻ. വലിയ നദികൾ പോലെ, തടാകങ്ങൾ പോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ അരുവികൾ പൊട്ടിയ പാറക്കിടയിൽ നിന്നും മറ്റുമൊക്കെ വെള്ളം ഇങ്ങനെ പൊട്ടിയൊലിക്കുന്നത് പോലെ തങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം ഒഴുകാൻ തുടങ്ങി. സ്വഹാബികൾ പറയാ, ഫശരിബിന. ഞങ്ങൾ കുടിച്ചു. വതവല്ലഅന. വുളു എടുത്തു. കുൽത്തു. ഞാൻ ചോദിച്ചു, ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോഴേ, കം കുൻതും. നിങ്ങൾ എത്ര ഉണ്ടായിരുന്നു? ജാബിർ റളിയല്ലാഹു ചോദിച്ചു, നിങ്ങൾ എത്ര ആളുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത്? ഖാല. ജാബിർ റളിയല്ലാഹു പറഞ്ഞു, ലൗ കുന്ന മിഅത അൽഫിൻ. ഞങ്ങൾ 1,00,000 ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ലക്കാഫാന. അത് മതിയാകുമായിരുന്നു ഞങ്ങൾക്ക്. അത്രമാത്രം വെള്ളം കിട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ അന്ന് ഉണ്ടായിരുന്നത് കുന്ന 15 മിഅ. ഞങ്ങൾ 1500 ആളുകളാണ് ഉണ്ടായിരുന്നത്. 1500 പേരും കുടിച്ചു, വുളു എടുത്തു, എല്ലാത്തിനും വെള്ളം ആവശ്യമുള്ളവർക്ക് സൂക്ഷിക്കുകയും ചെയ്തു. ഇതിനൊക്കെ ഉള്ള വെള്ളം കിട്ടി. നബി തങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ വന്ന വെള്ളം, ലോകത്തെ ഏറ്റവും മഹത്വമുള്ള വെള്ളം. വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബ എന്ന് പറഞ്ഞത് കാണാൻ പണ്ഡിതന്മാർ. ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ വന്ന വെള്ളമാണ്. ആ വെള്ളം സ്വഹാബികൾ ഉപയോഗിച്ചു. ഇവിടെ പറയുന്നൊരു വിഷയം, സ്വഹാബികൾക്ക് ഏത് പ്രതിസന്ധി വരുമ്പോഴും എന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴും അവർ റസൂലുള്ളാഹിനെ പറയാം. അത് സാധാരണഗതിയിൽ മനുഷ്യന്മാർക്ക് കഴിയണ കാരണം അല്ലേ, ഇതൊന്നും അവർക്ക് നോട്ടല്ല. അവരങ്ങനെ ചിന്തിക്കാറില്ല. കാരണം അവർ പഠിച്ചത് ഹബീബ് തങ്ങളിൽ നിന്നാണ് ഇസ്ലാം. മനുഷ്യന് കഴിയുന്നതും കഴിയാത്തതും ഒക്കെ റസൂലുള്ളാഹിനോട് ചോദിച്ചാൽ കിട്ടും എന്നൊരു ഉറപ്പും വിശ്വാസവും സഹാബികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്ത് പ്രയാസം വരുമ്പോഴും സഹാബികളോട് റസൂലുള്ളാഹിനോട് പറയും. എന്ത് ആവശ്യമുണ്ടെങ്കിലും റസൂലുള്ളാഹിനോട് ചോദിക്കും. അവിടെ ഇപ്പോൾ വെള്ളം കിണർ കുഴിച്ച് വെള്ളം എടുക്കാനല്ലോ, അങ്ങനെയാണെങ്കിൽ അത് സ്വഹാബികൾക്ക് തന്നെ ചെയ്യാം. മറ്റെന്തെങ്കിലും ഭൗതിക മാർഗത്തിൽ വെള്ളം സമാഹരിക്കാൻ ആവശ്യപ്പെടുന്നതല്ല റസൂലുള്ളാഹിനോട്. കാരണം അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു ചാൻസ് അവിടെ ഉണ്ടെങ്കിൽ അത് ചെയ്യാനും എടുക്കാനും സ്വഹാബികൾക്ക് അറിയാം. അവർ 1500 ആളുകളുണ്ട്. പിന്നെ സാധാരണ മനുഷ്യന് കഴിയാത്ത രൂപത്തിൽ മാത്രമേ ഇവിടെ വെള്ളം ഇപ്പം കിട്ടാൻ വഴിയുള്ളൂ. അത് റസൂലുള്ളാഹിനോട് പറയണം. ഇത് സ്വഹാബികൾക്കറിയാം. റസൂലുള്ളാഹിനോട് സഹായം തേടി. ഇതിനാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സ്വഹാബികൾ എല്ലാം റസൂലുള്ളാഹിനോട് പറയുന്നവരായിരുന്നു.
നമുക്കും ആ മാതൃക സ്വീകരിക്കാം, സ്വഹാബികളുടെ മാതൃക. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമുക്ക് എല്ലാ സങ്കടവും പറയാം, എല്ലാ പ്രയാസവും, എല്ലാ ആവശ്യവും റസൂലുള്ളാഹിനോട് പറയാം. അല്ലാഹു തആല ഹബീബ് തങ്ങളുടെ കൂടെ നമ്മയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.